ഗ്രീൻ ടു പർപ്പിൾ. ഇതിന് മുന്നേയും നമ്മൾ ഗ്രീൻ ടു പർപ്പിൾ മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ യൂസ് ചെയ്തത് പൗഡർ ടൈപ്പ് ആയിരുന്നു. ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ലേക്സ് ആണ്. രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് പാർട്ടിക്കിൾ സൈസ് ആണ്. ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന പൗഡർ ടൈപ്പ് പിഗ്മെന്റ് ആണ്. ഈ കാണുന്നതാണ് അതേ സെയിം കളറിന്റെ ഫ്ലേക്സ്. ഇനി നമുക്ക് ഈ ഹൈപ്പർ ഷിഫ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. സെയിം കളർ രണ്ട് മെത്തേഡിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കിട്ടുമെന്നുള്ള എക്സാമ്പിൾ ആണ് ഇത് നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് ടു ഗോൾഡ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഹായ് ഗൈസ്, ഞാൻ ഗോബ്രോയ്. കുറേ നാൾ കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത്രയും നാളും നമ്മൾ വേറെ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്തായിരുന്നു പിഗ്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ ഇന്നേ വരെ ആരും സ്വന്തമായിട്ടുള്ള രീതിയിൽ പിഗ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് കസ്റ്റം കളേഴ്സ് ഉണ്ടാക്കുന്നില്ല. എല്ലാവരും യൂഷ്വലി ചെയ്യുന്ന ഒരു പാറ്റേൺ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തു നിന്നോ പിഗ്മെന്റ്സ് വരുത്തിച്ചിട്ട് ഇവിടെ സെല്ല് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്നത്. അത് ഈ കാണുന്നതാണ് ഫ്ലേക്സ്. അപ്പൊ നിങ്ങൾക്ക് പെയിന്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഹൈപ്പർ ഷിഫ്റ്റ് പിഗ്മെന്റ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ക്വാളിറ്റി ഉള്ള പിഗ്മെന്റ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പേൾസ് ഒക്കെ ഫെയ്ഡ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലേക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഔട്ട്പുട്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊരു പാനലിൽ അടിച്ചിട്ട് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ബ്ലാക്ക് ടു ഗോൾഡ്. ഇത് സെയിം പിഗ്മെന്റ് രണ്ട് മെത്തേഡിൽ അടിച്ചപ്പോഴത്തേക്കും രണ്ട് റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പാനലിൽ ഒരു 2 കോട്ട് ബ്ലാക്ക് ടു ഗോൾഡ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഗോൾഡ് പേൾസ് എടുത്ത് നിൽക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് കുറച്ച് കുറവായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സിംഗിൾ കോട്ട് അടിച്ച ബ്ലാക്ക് ടു ഗോൾഡ് ഹൈപ്പർ ഷിഫ്റ്റ് ആണ്. ഈ കാണുന്ന പാനലിൽ നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതേസമയം സൺലൈറ്റ് അടിക്കുമ്പോൾ മാത്രമാണ് ഗോൾഡ് പേൾസും തെളിഞ്ഞ് കാണുന്നത്. ഇനി രണ്ട് പാനലും കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് കാണിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പാനലിനേക്കാളും നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന പാനലിന്. സോ ഹൈപ്പർ ഷിഫ്റ്റ് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര കോട്ട് അടിക്കുന്നോ അതിനനുസരിച്ച് കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ശരി, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.